ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുടെ സ്പാനിഷ് യുവ സൂപ്പർ താരമായ ലാമിൻ യമാൽ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. ഈ സീസണിലെ ബാഴ്സയുടെ ശേഷിക്കുന്ന മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. ആരാധകർക്ക് അറിയേണ്ടത് വേൾഡ് കപ്പിലെ മത്സരങ്ങൾ യമാൽ സ്പെയിനിന് വേണ്ടി കളിക്കുമോ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് സ്പാനിഷ് മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പിലെ ഏതൊക്കെ മത്സരങ്ങളിൽ യമാൽ കളിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബാഴ്സലോണയും അതുപോലെ തന്നെ സ്പാനിഷ് ഫെഡറേഷനും തമ്മിൽ ഒരു അഗ്രിമെന്റിൽ എത്തി എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് കപ്പിന് മുന്നേ പെറുവിനെതിരെ ഒരു സൗഹൃദ മത്സരം സ്പെയിൻ കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ യമാൽ ഉണ്ടാവില്ല. പിന്നീട് ഫിഫ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ കെയ്പ് വെർദെയാണ് സ്പെയിനിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ആ മത്സരത്തിൽ യമാൽ കളിക്കില്ല എന്നുള്ളത് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. പിന്നീട് സൗദി അറേബ്യക്കെതിരെയാണ് അടുത്ത മത്സരം വേൾഡ് കപ്പിൽ സ്പെയിൻ കളിക്കുക. ആ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ യമാൽ ഉണ്ടാവില്ല. ഇനി ആവശ്യമാണെങ്കിൽ പകരക്കാരന്റെ രൂപത്തിൽ അദ്ദേഹത്തെ ഇറക്കാം. അതായത് സൗദി അറേബ്യക്കെതിരെയുള്ള മത്സരത്തിൽ റിസൾട്ട് സ്പെയിനിന് അനുകൂലമല്ലെങ്കിൽ മത്സരത്തിന്റെ അവസാനത്തിലൊക്കെ യമാലിനെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് അഗ്രിമെന്റിൽ പറയുന്നത്. ഉറുഗ്വേക്കെതിരെയുള്ള മത്സരം അത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ആ മത്സരത്തിൽ യമാൽ ഉണ്ടാകും, സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹം ഉണ്ടാകും, അദ്ദേഹത്തെ കളിപ്പിക്കാം എന്നുള്ള ഒരു അഗ്രിമെന്റിലാണ് ഇപ്പോൾ FC ബാഴ്സലോണയും അതുപോലെ തന്നെ സ്പാനിഷ് ഫെഡറേഷനും എത്തിയിട്ടുള്ളത് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ധൃതി പിടിച്ചുകൊണ്ട് എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തെ കളിപ്പിക്കില്ല, മറിച്ച് മത്സരത്തിന്റെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ട് മാത്രമായിരിക്കും യമാലിനെ കളിപ്പിക്കുക. അദ്ദേഹത്തിന്റെ പരിക്ക് സങ്കീർണമാക്കാൻ ഇപ്പോൾ ആരും ഉദ്ദേശിക്കുന്നില്ല. പതിയെ മാത്രമായിരിക്കും അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.